نحمده ونصلي على رسوله الكريم أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي ربنا زدنا علما اللهم لا سهل إلا ما جعلته سهلا وأنت تجعل الحزن إذا شئت سهلا السلام عليكم ورحمة الله وبركاته. അപ്പം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നോക്കിയത് എന്തായിരുന്നു? അതായത് ഖബറിലുള്ള ആ കാര്യങ്ങളായിരുന്നു നോക്കിയത്. ഓക്കെ, അതിൻ്റെ കണ്ടിന്യൂഷൻ തന്നെയാണിത്. ഓക്കെ, അപ്പോൾ ഒരു ഹദീസിൽ ഇത് ഉസ്മാൻ ബിൻ അഫ്വാൻ, ഓക്കെ, ഉസ്മാൻ ബിൻ അഫ്വാനെ പറ്റിയിട്ടാണ്. അതായത് ഉസ്മാൻ ബിൻ അഫ്വാൻ്റെ അടിമ ഹാനി എന്ന് പറഞ്ഞിട്ട് ഹാനിയാണ് ഇത് പറയുന്നത്. ഓക്കെ, അതായത് എപ്പോഴെല്ലാം ഉസ്മാൻ ബിൻ അഫ്വാൻ റളിയല്ലാഹു അൻഹു ഖബറിൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് കരിയുമെന്ന്, അതായത് കരഞ്ഞ് കരഞ്ഞ് താടിയെല്ലാം ഇങ്ങനെ വെറ്റാവുമെന്ന്. ഓക്കെ, അപ്പം ഇങ്ങനെ ഉസ്മാൻ ബിൻ അഫ്വാനോട് എന്നിട്ട് ചോദിച്ച്, അതായത് ഈ പാരഡൈസും അതായത് ജന്നയും ജഹന്നമെല്ലാം പറയുമ്പം നിങ്ങൾ ഇത്ര കരയാലില്ലല്ലോ, പക്ഷേ ഈ ഖബറിൻ്റെ ഈ ഓർമ്മ വരുമ്പം നിങ്ങൾ ഭയങ്കരമായിട്ട് കരയുന്നുണ്ടല്ലോ. അങ്ങനെയാണ് ഉസ്മാൻ ബിൻ അഫ്വാൻ റളിയല്ലാഹു അൻഹു പറയും, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് ആലോചിച്ചിട്ടാണെന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇങ്ങനെയാണ് പറഞ്ഞത്, അതായത് ഈ ഖബർ അതാണ് ഫസ്റ്റ് സ്റ്റേജ് ഓഫ് ഹിയർ ആഫ്റ്റർ, അതായത് ആഖിറത്തിൻ്റെ ഫസ്റ്റ് കാര്യമാണ് ഈ ഖബറിലെ കാര്യങ്ങൾ. ആരാണ് അതിൽ നിന്ന് രക്ഷപ്പെടുന്നു, ഹൂ ഈസ് സേഫ് ഫ്രം ദാറ്റ്, ഓക്കെ, അവർക്ക് പിന്നെ വരുന്ന ആഖിറത്തിലെ കാര്യങ്ങളെല്ലാം എളുപ്പമായിരിക്കും എന്ന്. പക്ഷെ ആരാണ് അതായത് അത് സേഫായിട്ട് പാസ് ചെയ്യാത്തവർ, അവർക്ക് പിന്നെ മുന്നോട്ട് വരുന്നത് ഇതിലും ഭയങ്കരമായിരിക്കും എന്ന്. ഓക്കെ, പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇങ്ങനെയും പറഞ്ഞിട്ടുണ്ട്, അതായത് ഞാനൊന്നും ഇത്ര ഒരു കഠിനമായിട്ടും ഇത്ര ഒരു ഡിസ്റ്റർബിങ് ആയിട്ടുള്ള ഒരു കാര്യം ഞാൻ കണ്ടിട്ടില്ല. ഈ ഖബറിൻ്റെ ഈ ഒരു ഖബറിൻ്റെ ഈ ഒരു ഇതാണ് ഭയങ്കര ടെറിഫൈങ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ഇത് പറയുന്നത്. ഓക്കെ, ഇതെല്ലാം സഹീഹ് ഹദീസുകളിലാണുള്ളത്. ഓക്കെ, പിന്നെന്താണ്, അതായത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കേട്ടില്ല, ഹദീസിൽ തന്നെ കണ്ടല്ലോ, അതായത് ഈ സോളിനെ, ഓക്കെ, ഈ സോളിനെ മേലയിൽ കൊണ്ടുപോയി, എന്നിട്ട് അതായത് മരണപ്പെട്ട് കഴിഞ്ഞാൽ നല്ല സോൾ മേലെ പോവും, അതായത് എല്ലാ ഗേറ്റ്സും തുറന്നു കൊടുക്കും. ചീത്ത സോളിനെ എങ്ങനെയാണ് അവിടെ നിന്ന് എടുത്തിട്ട് വലിച്ചെറിയും. ഓക്കെ, അപ്പം എന്നിട്ട് പിന്നെ എന്തെന്നാണ്, അതായത് ഈ സോള് കാണുന്നുണ്ട് ജനാസ നടക്കുന്നതും, അതായത് കുളിപ്പിക്കുന്നതും ജനാസ നടക്കുന്നതും പിന്നെ എന്താ പറയുക ഖബർ അടക്കുന്നതും എല്ലാം കാണുന്നുണ്ട്, കേൾക്കുകയും ചെയ്യുന്നുണ്ട്. കാരണം അത് ഹദീസിലൂടെ നമ്മൾക്കറിയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു തന്നിട്ടുണ്ട്. അതായത് ഈ ഖബറിൽ ഉള്ളിലുള്ള ആൾ, ഓക്കെ, ഖബറടക്കിയ ആൾക്ക് കേൾക്കാൻ പറ്റും, അവരെ ഫാമിലി ആ ഫുഡ് സ്റ്റെപ്സ് കേൾക്കാൻ പറ്റും എന്ന്, അവർ തിരിഞ്ഞു പോകുന്നത്. അതിന് ശേഷമാണ് എന്താണ് സംഭവിക്കുന്നത്, ആ ഒരു റൂഹ്, ഓക്കെ, അതായത് ഈ ഒരു റൂഹ് ഉണ്ടല്ലോ, അത് ബോഡിയായിട്ട് റീയുനൈറ്റ് ചെയ്യുന്ന പിന്നെ ഖബറിൻ്റെ ഉള്ളിലാണ്. എന്നിട്ടാണ് ക്വസ്റ്റ്യനിങ് നടക്കുന്നത്. ഈ ക്വസ്റ്റ്യൻ നടക്കുന്ന മുമ്പേ, ഓക്കെ, അതായത് ഈ ചോദ്യങ്ങൾ, ഇതാണ് ഫിത്ന, ഫിത്ന എന്ന് പറഞ്ഞാൽ ടെസ്റ്റ് എന്നാണല്ലോ. ആ 3 ചോദ്യങ്ങളാണ് ശരിക്കും ഫിത്ന, ട്രയൽ ഓഫ് ദി ഗ്രേവ്. അദാബ് വേറെയാണ്. ഓക്കെ, അദാബ് എന്ന് പറഞ്ഞാൽ പണിഷ്മെന്റ് ആണ്. ഓക്കെ, അപ്പം ആ അതായത് ട്രയലാണ് ഈ 3 ചോദ്യങ്ങൾ. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം അത് കവർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പം ശരിക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്താണ് പറഞ്ഞത്, അതായത് ഫസ്റ്റ് തന്നെ എന്താണ് സംഭവിക്കാൻ പോകുന്നത്, ഇതെല്ലാം ഈ ചോദ്യങ്ങൾ ചോദിക്കുന്ന മുമ്പേ തന്നെ ആ ഖബറിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു ഖബറൊന്ന് ഞെരുക്കും പോലും ഈ ബോഡിനെ. ഓക്കെ, അതായത് ഈ ബോഡിനെ ഖബർ ഞെരുക്കും. എങ്ങനെ ഞെരുക്കും, അതായത് ഈ റിബ്സ് എല്ലാം ഇങ്ങനെ ഇതാവുന്ന വരെ ഞെരുക്കും എന്ന്. ഓക്കെ, അപ്പം ഇത് മുസ്നാദ് ഇമാം അഹ്മദിലുണ്ട്, മുസ്നാദ് തബറാനി അതിലുണ്ട്. ഓക്കെ, അപ്പം ഇത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ആണ് പറയുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്. ഓക്കെ, ഇത് ഏത് സമയത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത്, സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹുവിനെ ഖബറടക്കിയതിൻ്റെ ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇങ്ങനെ ഖബർ നോക്കിയിട്ട് പറയുന്നുണ്ട്, അതായത് ആരെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിൽ നിന്ന്, അതായത് ഖബർ ഞെരുക്കുന്നതിൽ നിന്ന് രക്ഷപ്പെടുത്തുവാണെങ്കിൽ അത് സാദായിരുന്നു
സാദായിരുന്നു, പക്ഷെ സാദിനെ വരെ അത് വെറുതെ വിട്ടില്ല. അപ്പൊ ശരിക്കും പറഞ്ഞാൽ അത് ഒരു സ്ക്വീസിങ് ആണ്, ഒരു സ്ക്വീസിങ്. അതാണ് പറയുന്നത്, ബിലീവേഴ്സിന് അത് ഒരു ഞെരുക്കം, ഡിസ്ബിലീവേഴ്സിനെ അത് ഞെരുക്കിക്കൊണ്ടേ ഇരിക്കും എന്നാണ്. അതായത് അതിങ്ങനെ സ്ക്വീസ് ചെയ്തുകൊണ്ടേ ഇരിക്കും എന്ന്. സുബ്ഹാനല്ലാഹ്. ഓക്കെ, അപ്പൊ പറയുന്നുണ്ട് ദിസ് എവ്രി വൺ വിൽ ഗോ ത്രൂ ദിസ് എന്നാണ് പറയുന്നത്. ഓക്കെ, എല്ലാവരും ഈ ഒരു ഖബർ ഞെരുക്കുന്നതിൽ നിന്ന്, അത് ആ ഒരു നാരോയിങ് ഓഫ് ദ ഖബറാണത്. ഓക്കെ, അതാണ് പറയുന്നത്. പിന്നെന്താണ്, പിന്നെ 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 ഈ ചോദ്യങ്ങളാണ് നടക്കാൻ പോകുന്നത്. ആ ഹദീസ് ഫുള്ളായിട്ട് പറഞ്ഞതെന്ന് പറഞ്ഞാൽ അത് വലിയൊരു ഹദീസാണ്. അത് പല സ്ഥലങ്ങളിലുമായിട്ട് ആ ഹദീസുകളുണ്ട്. അതായത് പല ആൾക്കാരും അതിനെ കമ്പൈൽ ചെയ്തിട്ടാണ് ഞാൻ അന്ന് പറഞ്ഞത്. ഓക്കെ, അതായത് ഞാൻ കമ്പൈൽ ചെയ്തതല്ല, സ്കോളേഴ്സ് കമ്പൈൽ ചെയ്തിട്ട് അതിനെ ആ വിധത്തിൽ, അതായത് മനസ്സിലാവുന്ന വിധത്തിലാക്കിയത്. അതെല്ലാം സഹി ഹദീസായിട്ടാണ് പറയുന്നത്. ഓക്കെ, പിന്നെ എന്താണ് സംഭവിക്കുന്നത്, ഈ 3 ചോദ്യങ്ങൾ ചോദിക്കും. ഓക്കെ, പിന്നെ നമ്മൾ കണ്ട് നല്ല ആൾക്കാർക്ക് എന്താണ്, അതായത് ജന്നയായിരിക്കും ഖബറിൻ്റെ ഉള്ളിൽ ഉണ്ടാവാൻ. അതായത് they will have the delights of ജന്ന. അവർക്ക് അവരെ കൊണ്ട് പറയുന്നത്, അതായത് നല്ല ആൾക്കാരെ കൊണ്ട് പറയുന്നത് എന്താണ്, അവർ ഈ 3 ചോദ്യത്തിന് ഉത്തരം നൽകിയതിൻ്റെ ശേഷം എന്താണ്, അവർക്കൊരു ഉറക്കം കൊടുക്കും, നല്ലൊരു ഉറക്കം. ഈ ഉറക്കം എങ്ങനെയാ പോലോ കല്യാണം കഴിഞ്ഞ പാടുള്ള ഇതുണ്ടല്ലോ, അതായത് കല്യാണം കഴിഞ്ഞ പാടുള്ള പിയാപ്പിള കിടന്നുറങ്ങുന്നത് പോലെ. ഓക്കെ, അതങ്ങനെ പറയുന്നത് എന്തായിരിക്കും, കാരണം ആ ഒരു ഹാപ്പിനെസ് ആയിരിക്കുമല്ലോ ബ്രൈഡ് ഗ്രൂമിന്. പ്രത്യേകിച്ച് എന്താ പറയാൻ, ബ്രൈഡിനല്ല പറയുന്നത്, ബ്രൈഡ് ഗ്രൂമിനെയാണ് പറയുന്നത്. അവർക്ക് നല്ല ഉറക്കമായിരിക്കും, അതായത് ഒരു ബ്രൈഡ് ഗ്രൂം ഉറങ്ങുന്ന പോലെ. അതായത് ഇൻ ദ ഹോപ്പ് ഓഫ് അവരെ പ്രിയപ്പെട്ടവൾ അവരെ രാവിലെ എണീപ്പിക്കുന്ന ആ വിധത്തിലായിരിക്കും അവരെ ഉറക്കുന്നത്. അതായത് നല്ല ഉറക്ക്, നല്ല സമാധാനപരമായിട്ടുള്ള ഉറക്കാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നല്ലവർക്ക് കൊടുക്കാൻ ഈ ഖബറിൻ്റെ ഉള്ളിൽ. ഓക്കെ, കാരണം അവർക്ക് ആ ജന്നത്തിൻ്റെ ആ ഇതും അവർക്ക് ഗുഡ് ന്യൂസ് ആണല്ലോ അവർക്ക് കിട്ടിയിട്ടുള്ളത്. അന്നേരം തന്നെ അവർ പറയുന്നുണ്ടല്ലോ, യാ അല്ലാ, ഈ എനിക്ക് തിരിച്ചു പോണേനും എനിക്ക് എൻ്റെ ഫാമിലിനോട് പറയണം എന്നെല്ലാം അവർ പറയൂ. അപ്പം എന്നിട്ട് അവർ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട്, ഈ ലാസ്റ്റ് അവർ, ഈ ഫൈനൽ അവർ ഒന്ന് വന്നോട്ടേനും യാ റബ്ബേന്ന് അവർ പ്രാർത്ഥിക്കുന്നുണ്ട്. ഓക്കെ, അപ്പം അവരെ ഉറക്കം ഭയങ്കര നല്ലൊരു ഉറക്കമായിരിക്കും. പക്ഷേ ഡിസ്ബിലീവിങ് ആൾക്കാർ, അതായത് വിശ്വസിക്കാത്തവർ, നിഷേധിച്ചവർ, അനുസരണക്കേട് കാട്ടിയവർ, അവർക്ക് ശരിക്കും അതൊരു ടെറിഫൈങ് ആണ്. അവർക്ക് പല മോഡലായിട്ടുള്ള പണിഷ്മെൻറ്റ്സ് ആണ് അവർക്കുള്ളത്. അതായത് അവർ ചെയ്ത് കൂട്ടിയ കാര്യങ്ങൾക്കുള്ള പണിഷ്മെൻ്റാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, 3 കാര്യങ്ങളാണ് ഒരു ജനാസിൻ്റെ കൂടെ പോവാൻ. അതിൽ നിന്ന് 2 കാര്യങ്ങൾ തിരിച്ചു വരും, 1 വിൽ റിമെയിൻ. എന്താണ് റിമെയിൻ ചെയ്യാൻ പോകുന്നത്? ഓക്കെ, അതായത് ഫാമിലിയും വെൽത്തും തിരിച്ച് അങ്ങോട്ടേക്ക് തന്നെ പോകും, ദുനിയയിലേക്ക് തന്നെ. എന്താണ് കൂടെ ഉള്ളത്? ആകെ കൂടെ ഉള്ളത് എന്താണ് നമ്മൾ ചെയ്ത് കൂട്ടിയ അമലുകൾ. അതായത് ചീത്തയാണെങ്കിൽ ചീത്ത, നല്ലതാണെങ്കിൽ നല്ലത്. നമ്മൾ ചെയ്ത് കൂട്ടിയ എല്ലാ അമലുകളുമാണ് നമ്മളെ കൂടെ ഉണ്ടാവുള്ളൂ. അപ്പം നമ്മൾ ഓരോ അമലുകൾ ചെയ്യുമ്പോൾ നമ്മൾ ആലോചിക്കണം, വി ഹാവ് ടു ബി പ്രിപ്പയർഡ് ഓൾ ദ ടൈം. അതായത് നമ്മൾ നല്ല അമലുകളാണ് കിട്ടുന്ന സമയത്ത് വി ട്രൈ ടു ഡു ഗുഡ്, നല്ല അമല് അള്ളാഹിനെ അനുസരിച്ച് ജീവിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കാൻ. നമ്മൾക്ക് പെർഫെക്ഷൻ ഒരിക്കലും കിട്ടൂല. നമ്മളെ ശ്രമത്തിനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് ആ ഒരു നമ്മൾക്ക് ഈ ഉത്തരം പറയണമെങ്കിൽ തന്നെ നമ്മളെ മനസ്സിൻ്റെ ഉള്ളിൽ അത് ഉണ്ടാവണം, അല്ലേ? ഫസ്റ്റ് പറഞ്ഞതുപോലെ. ഓക്കെ, അപ്പം എന്തെല്ലാണ് ഈ ഖബറിലെ ശിക്ഷയിൽ പെടുന്ന കാര്യങ്ങൾ എന്തെല്ലാണ്? ഓക്കെ, അത് നമുക്ക് നോക്കാം. എന്തെല്ലാണത്? ഓക്കെ, ഒന്ന് എന്തെന്നാണ്, മര്യാദയ്ക്ക് ക്ലീൻ ചെയ്യാത്തതുകൊണ്ട്. അതായത് മൂത്രം, അതന്നെ സ്പെസിഫിക് ആയിട്ട് പറയുന്നത് മൂത്രത്തിനെ പറ്റിയിട്ടാണ്. ഓക്കെ, മൂത്രം ഒഴിച്ചു കഴിഞ്ഞിട്ട് മര്യാദയ്ക്ക് ക്ലീൻ ചെയ്യാണ്ട്, ഓക്കെ, മര്യാദയ്ക്ക് അത് വൃത്തിയാക്കാണ്ട്, അതിൽ ഒരു കെയർലെസ് ആയവരാണ് ഇത്. ഓക്കെ, ഒന്നത്. ഓക്കെ, രണ്ടാമത് എന്താണ്, മറ്റുള്ളവരെ പറ്റിയിട്ട് പരദൂഷണവും
മറ്റുള്ളവരെ പറ്റിയിട്ട് ഗോസിപ്പും സ്ലാൻഡറും, അതായത് അവരെ പറ്റിയിട്ട് പലതും പറഞ്ഞു നടന്നവർ. ഇത് ഏതിൽ നിന്നാണ് നമ്മൾക്കിത് കിട്ടുന്നത്? ഇത് ബുഖാരിയിലും മുസ്ലിമിലും ഉണ്ട് ഈ ഹദീസ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ആണ് ഇത് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖബറിലൂടെ രണ്ട് ഖബർ പുറത്ത് അങ്ങനെ അങ്ങ് പോയി. ഹി വാസ് വാക്കിംഗ്. ഓക്കെ, അന്നേരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയും, ഈ രണ്ട് ഖബറിലുള്ള ആൾക്കാരാ ഇവരെ ശിക്ഷിക്കുന്നത് മേജർ ആയിട്ടുള്ള കുറ്റത്തിനൊന്നുമല്ല. അവർക്ക് ആ ശിക്ഷ കിട്ടുന്നത് എന്താണ്? ഒന്ന്, പല ആൾക്കാരെ കൊണ്ട് പരദൂഷണവും കുറ്റങ്ങളും എല്ലാം പറഞ്ഞവർ. ഓക്കെ, മറ്റേയാള് എന്താണ്, അവർ ശരിക്ക് ശ്രദ്ധിച്ചിട്ട് വൃത്തിയാക്കിയില്ല. ഓക്കെ, മൂത്രം ഒഴിച്ചിട്ട് ശ്രദ്ധിച്ച് വൃത്തിയാക്കിയില്ല, അതുകൊണ്ടാണെന്ന്. ഓക്കെ, എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇങ്ങനെയും ചെയ്ത്, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു മരത്തിന്റെ കഷ്ണം എടുത്തിട്ട് അത് മുറിച്ചിട്ട് അത് രണ്ട് ഖബറപ്പുറത്തും, അപ്പം ഇത് മുസ്ലിംസ് ആണെന്ന് മനസ്സിലാക്ക്. ഓക്കെ, രണ്ട് ഖബറപ്പുറത്തും വെച്ചിട്ട് പറയും, ചിലപ്പോൾ ഞാനിത് വെച്ചത് കൊണ്ട് അവരാ പണിഷ്മെന്റ് ചിലപ്പം കുറയുമായിരിക്കും. അതായത് അത് ഉണങ്ങുന്നവരെ, അതായത് ഫ്രഷ് ബ്രാഞ്ചാണ് വെച്ചിരുന്നത്. അപ്പം അതിൻ്റെ അർത്ഥം എന്താണ്? സുബ്ഹാനല്ലാഹ്, അതായത് വലിയ കുറ്റങ്ങൾ ചെയ്തത് കൊണ്ടല്ല ഇത്, ആ ചെറിയൊരു കുറ്റം. അതുകൊണ്ട് എപ്പോഴും ആ ഒരു ശ്രദ്ധ വേണം. നമ്മൾ ആ ക്ലെൻലിനെസ് ഉണ്ടല്ലോ, അതായത് ശരിക്കും എപ്പോഴും പ്യുവർ ആയിരിക്കണം. കാരണം നമ്മൾ നിസ്കരിക്കുമ്പോൾ എല്ലാം നമ്മൾ ശ്രദ്ധിക്കണം. എന്നാലല്ലേ ഈ നിസ്കാരം എല്ലാം കുബൂലാണെങ്കിൽ എല്ലാം ശ്രദ്ധയെല്ലാം വേണ്ടേ ശരിക്കും. അതായത് നിസ്കരിക്കുമ്പം വുളു എടുക്കുന്നത് എന്തിനാണ്? ആ പ്യൂരിഫിക്കേഷന് വേണ്ടിയിട്ടാണ്. അപ്പം ആ ശ്രദ്ധക്ക്. ഓക്കെ, അതാണ്. രണ്ടാമത്തത് എന്താണ്? ഒന്നെന്തെന്നാണ്? നോട്ട് ക്ലീനിങ് വൺ സെൽഫ് ഫ്രം യൂറിൻ. പിന്നെ രണ്ടാമത്തത് സ്പ്രെഡിങ് സ്ലാൻഡർ, ഗോസിപ്പ്. ഓക്കെ, ഗോസിപ്പ്, പരദൂഷണം പറയൽ. മൂന്നാമത് എന്താണ്? ഗലൂൽ എന്ന് പറയും. ഈ ഗലൂൽ എന്ന് പറയുന്നത് എന്തെന്നാണ് അർത്ഥം? അതായത് ഈ യുദ്ധത്തിൽ നേടിയ കാര്യങ്ങളുണ്ടല്ലോ, അതാരും അറിയാണ്ട്, ആരും അറിയാണ്ട്, അവർക്ക് ഇറ്റ് ഡസ് നോട്ട് ബിലോങ് ടു ദം, അത് എടുത്തവർ ആരും അറിയാണ്ട് ആ ഖസാനയിൽ നിന്ന് എടുത്തവരാണിത്. ഓക്കെ, ഇത് എന്തുകൊണ്ടാണ് പറയുന്നത്? ഇത് ഒരു ഹദീസിൽ ഉണ്ടായിരുന്നു. ഓക്കെ, ഇതൊരു ഹദീസിൽ ഉണ്ടായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അതായത് എല്ലാവരും ഇത് ഷഹീദായ ഒരാളെ പറ്റിയിട്ടാണ് പറയുന്നത്. കാരണം മറ്റുള്ള സഹാബാക്കൾ പറയും, യാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഷഹീദായിട്ടല്ലേ അയാൾ മരിച്ചത്, എത്ര നല്ലതാണെന്ന് അങ്ങനെ പറയുമ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, ഇല്ല, അയാൾ ശരിക്കും നരകത്തിലാണ് ഉണ്ടാവാൻ, ആ തീയാണ് ശരിക്കും ഉണ്ടാവാൻ അയാൾക്ക് ഖബറിൽ വരെ. എന്തുകൊണ്ടാണ്? കാരണം അയാൾ ഈ യുദ്ധത്തിൽ നേടിയ സ്വത്തുക്കളില്ലേ, അതിൽ നിന്ന്, അതായത് ഇത് ഖൈബർ സീജ് ഓഫ് ഖൈബറിന്റെ സമയത്തുള്ളത്. ഓക്കെ, അതിൽ നിന്ന്, ആ വാർ ബൂട്ടിയിൽ നിന്ന് അയാൾ ആരും അറിയാണ്ട് ഒരു ഒരു ക്ലോക്ക് എടുത്തുനിന്ന്, ഒരു ഓവർകോട്ട് പോലത്തെ അത് എടുത്തത് കൊണ്ട് അയാൾക്ക് ശിക്ഷ എന്താണ്? അയാൾക്ക് നരകമാണെന്ന് ശിക്ഷ. സുബ്ഹാനല്ലാഹ്, ശരിക്കും ആലോചിച്ചോക്ക്. അതായത് ഇത് ഷഹീദായ ആളാണ്, അയാൾക്ക് പോലും ഇങ്ങനെ. നമ്മൾ ഷഹീദായ ആൾക്കാരെ പറ്റിയിട്ട് എന്താണ് വിചാരിക്കാൻ? ഭയങ്കരമായ ദർജയല്ലേ. പക്ഷെ അവർ വരെ ഇങ്ങനെ മറ്റുള്ളവരെ സ്വത്തിൽ നിന്ന് എടുത്തിട്ടുണ്ടെങ്കിൽ ഭയങ്കര കുറ്റമാണത്. ഓക്കെ, കാരണം ഈ യുദ്ധത്തിൽ നേടുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെല്ലാവർക്കും ഈക്വലായിട്ട്, അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു തന്നതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് കണക്കായിട്ടുള്ള ഡിവിഷനാണ് അത് നടക്കുന്നത്. അതുകൊണ്ട് ആരും ഒന്നും അതിൽ നിന്ന് കൈയിട്ട് വാരാൻ പാടില്ല. അതിൻ്റെ അർത്ഥം എന്താണ്? യുദ്ധത്തിൽ നേടിയ കാര്യങ്ങൾ മാത്രമല്ല, ശരിക്കും ആലോചിച്ചോക്ക്, വി ഷുഡ് നോട്ട് ടേക്ക് എനിത്തിങ് ദാറ്റ് ഡസ് നോട്ട് ബിലോങ് ടു അസ്. നമ്മൾ ഒരിക്കലും നമ്മൾക്ക് അർഹതപ്പെടാത്ത ഒരു കാര്യം നമ്മൾ എടുക്കാൻ പാടില്ല. കാരണം എന്താണ്? അത് നാളെ അത് വലിയൊരു പ്രശ്നമായി തീരും. ശരിക്ക് ഖുറാനിൽ തന്നെ പലയിടങ്ങളിലുണ്ട്, നമ്മൾക്ക് അർഹതപ്പെടാത്ത കാര്യങ്ങൾ എടുത്തു കഴിഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം? അത് ശരിക്ക് വയറ്റിൽ തീയാണ് വലിച്ചിടുന്നത്. അതായത് യതീം മക്കളെ സ്വത്തുക്കളെല്ലാം ഇങ്ങനെ ആരും അറിയാണ്ട് എടുത്തിട്ടുണ്ടെങ്കിൽ, പറ്റിച്ചിട്ടെടുത്തതാണെങ്കിലൊക്കെ. അപ്പോൾ മൂന്നാമത്തേത് ഇത്. പിന്നെ അടുത്തത് എന്താണ്? കളവ് പറയൽ. ഓക്കെ, കളവ് പറയൽ അത് ഭയങ്കരമായ തെറ്റാണ്. ശരിക്ക് കളവ് പറയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹദീസിലുണ്ട്, ഒരാളിങ്ങനെ കളവ് പറഞ്ഞ് ഏത് നേരം കളവ് പറയുന്നവനെ ലാസ്റ്റ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ കള്ളനായിട്ട് എഴുതപ്പെടും. അതുകൊണ്ട് കളവ്
തമാശ പറയുമ്പം പോലും കളവ് പറയാണ്ടിരിക്കാൻ ശ്രമിക്കാൻ. ചിലപ്പോൾ നമ്മളോട് തമാശയിൽ വരെ നമ്മളോട് അതൊന്നും ആലോചിക്കില്ല. ഇതൊരു വൈറ്റ് ലൈ അല്ലേ, അപ്പം കളവ് ശരിക്ക് പറയാൻ പാടില്ല എന്ന് തന്നെയാണ്. ആ കളവ് പറയുന്നതിന് ശരിക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു തന്നിട്ടുണ്ട്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് അല്ലാഹു സുബ്ഹാനഹു വ തആല പല പല കാര്യങ്ങളും കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ഞാനിങ്ങനെ ഒരു സ്വപ്നം കണ്ടിരുന്നു. ഓക്കെ, അതായത് എന്താണിത്, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടത്, ഈ സ്വപ്നത്തിൽ കണ്ടത് എന്താണ്, ഒരാളെ വായിൻ്റെ ഉള്ളൂട്ട ഒരു ഹുക്ക് ഇട്ടിട്ട് വലിച്ചിട്ട് ബാക്കിലോട്ട് ഇടുന്നത്. ഓക്കെ, എന്നിട്ട് ബാക്കിലോട്ട് ഇട്ടിട്ട് എന്നിട്ട് പിന്നെ അതേപോലെ തന്നെ ആ മുഖം കൂടി വരും, എന്നിട്ട് പിന്നെ അതേപോലെ ചെയ്യും. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് അന്വേഷിച്ച് എന്താണിത് എന്ന്. അന്നേരം ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു കൊടുത്തത് എന്താണ്, അതായത് ഇത് ജിബ്രീൽ അലൈഹിസ്സലാം അല്ലെങ്കിൽ 2 മലക്കുകളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെയും കൊണ്ട് പോയത്, അതായത് ഇത് കാണാൻ. ഓക്കെ, അതായത് എന്താണ് അവർ പറഞ്ഞു കൊടുത്തത്, ഈ മലക്ക് അത് അവര് എപ്പം നോക്കിയാലും കളവ് പറയുന്നായിരുന്നു. ആ കളവ് ശരിക്ക് എന്താ പറയുന്നത്, എല്ലായിടത്തും ഇങ്ങനെ സ്പ്രെഡായിന്ന്. അവർ പറഞ്ഞ കളവുകൾ എല്ലായിടത്തും സ്പ്രെഡായി, എല്ലായിടത്തും. ഓക്കെ, അതുകൊണ്ടാണ് ഈ ഒരു ശിക്ഷ. ഓക്കെ, അപ്പം കളവ് പറയുന്നതിന്. അപ്പം ശരിക്കും ആലോചിച്ചൊക്കെ, സുബ്ഹാനല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും കാക്കട്ടെ റബ്ബേ. അതായത് ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയ ഇതെല്ലാം ഉള്ളത് കൊണ്ട് പണ്ടത്തെ പോലെയൊന്നുമല്ല. ഇറ്റ് ഈസ് സ്പ്രെഡിങ് ഫാർ ആൻഡ് വൈഡ് അല്ലേ. അത് പല സ്ഥലത്തും പല നാടുകളിലാണ് കളവ് എത്തുന്നത്. അപ്പം ഇത് ശരിക്കും എന്താണത്, അതായത് ഇതാണ് ശിക്ഷ. ഇതെല്ലാം ബർസഖിലെ ശിക്ഷയാണ്. അതായത് ആഖിറത്തിൻ്റെ ഇടയിലും ദുനിയൻ്റെ ഇടയിലും ഒരു ബർസഖ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇതുണ്ട്. അതെന്താണെന്ന് അറിയില്ല. ഈ ബർസഖിലാണ് ഈ ശിക്ഷകളെല്ലാം നടക്കാൻ പോകുന്നത്. ഈ ശിക്ഷകളെല്ലാം, ഓക്കെ, ഖബറിലെ ശിക്ഷകളെല്ലാം ആ ബർസഖ് എന്ന് പറയുന്ന ഒരു ടൈം പീരിയഡാണത്. ഓക്കെ, പിന്നെന്താണ് അത് 4-മത്തേത്. 5-മത്തേത് എന്താണ്, ഖുർആൻ പഠിച്ചിട്ടും അത് ഇംപ്ലിമെൻ്റ് ചെയ്യാത്തവർ, അതായത് ഖുർആനെ പറ്റിയിട്ട് അറിഞ്ഞിട്ടും ഖുർആനിൽ പറയുന്ന കാര്യങ്ങളെല്ലാം അറിയാൻ അതായത് ശ്രമിക്കാത്തവർ, ശരിക്കും ഖുർആനിലെ കാര്യങ്ങളെല്ലാം നമ്മൾ അറിയണ്ടേ. അപ്പം ഖുർആൻ പഠിച്ചിട്ടും അറിഞ്ഞിട്ടും അത് അനുസരിച്ച് ജീവിക്കാത്തവർക്കാണ് ഈ ശിക്ഷ. ഈ ശിക്ഷ എന്തായിരുന്നു, അതായത് ഒരാൾ അയാളെ തല അടിച്ച് പൊട്ടിക്കും, ഒരു വലിയ കല്ലുണ്ട്. ഓക്കെ, തല ശരിക്കും അടിച്ച് പൊട്ടിക്കും, എന്നിട്ട് പിന്നെ ആ തല കൂടി വരും, പിന്നെ അതെന്നെ അടിച്ച് പൊട്ടിക്കും. അപ്പം ഇങ്ങനെ. അപ്പം ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചത്, ഇതെന്താ ഇത്. അന്നേരം ഇതാണ് പറഞ്ഞു കൊടുത്തത്, അതായത് ഇവർ പഠിച്ചിട്ടും ഇവർ എന്താണ് അവർ അതിൻ്റെ മേലിൽ ആക്ട് ചെയ്തില്ല. പഠിച്ചിട്ടും അവർ ആക്ട് ചെയ്തില്ല, അതാണിത്. ഓക്കെ, പിന്നെ 6-മത്തേത് എന്താണ്, സിന. ഓക്കെ, സിന എന്തെന്നാണ്, വൃത്തികേട് ചെയ്യുന്നത്. ഓക്കെ, വൃത്തികേട്. സിന ശരിക്ക് എന്തെന്നാണ്, ഇമ്മൊറാലിറ്റി. അതാണ് ഇമ്മോറൽ ആക്ടിവിറ്റീസ്, ഫഹഷ്, വൃത്തികേട് കാണൽ, ചെയ്യൽ, ഇതെല്ലാം ഈ ശിക്ഷയാണ് ഈ സിന ചെയ്തതിന്. പിന്നെ അടുത്തത് എന്താണ്, റിബ, ഇൻട്രസ്റ്റിൽ ഡീൽ ചെയ്തവർ. ഓക്കെ, ഇൻട്രസ്റ്റിൽ ഡീൽ ചെയ്തവർ അതെന്തെന്നാണ്, അതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. ഓക്കെ, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ കാണുന്ന പോലെ ഒരു വലിയൊരു ഇത് ഒരു നദി, അതായത് ഫുൾ രക്തം പുരണ്ട ഒരു നദി. ഓക്കെ, അതിൽ ശരിക്ക് ഒരാൾ ആ നദിയിലാണുള്ള ഇങ്ങനെ ഇതാക്കുന്ന, അയാളെ വായി തുറന്നിട്ടാണുള്ളത്. ഒരാൾ കരക്ക് ഇരിക്കുന്നു, എന്തെല്ലോ കല്ല് വലിച്ചെറിയുന്ന ആ വായിൻ്റെ ഉള്ളിൽ. അപ്പം ആ കല്ല് വലിച്ചെറിയുന്നോറും ഇയാൾ ആ കല്ലിങ്ങനെ ഫുള്ളായിട്ട് തുപ്പു, എന്നിട്ട് പിന്നെയും മറ്റേ ആളിങ്ങനെ വലിച്ചെറിയും. ഇത് കേട്ടപ്പോഴാണ് എനിക്കൊരു കാര്യം ഓർമ്മ വന്നത്. സുബ്ഹാനല്ലാഹ്, അതായത് എൻ്റെ ഒരു സാറ് പറഞ്ഞത്. ഓക്കെ, അയാൾ ഈ കാര്യങ്ങൾ പഠിപ്പിക്കും, അതായത് ഫിക്ക് പഠിപ്പിക്കുമാണ്. ഓക്കെ, ഫിക്ക് പഠിപ്പിക്കുന്ന എൻ്റെ സാറ്, അയാൾ പറഞ്ഞതായിരുന്നു, അയാളടുത്ത് ഒരാൾ വന്നു പോലെ, ഒരു പ്രായമുള്ള ഒരാൾ. എന്നിട്ട് അയാൾ എന്തോ ചോദിക്കാൻ വന്നതാണ്, കാരണം ഇയാൾ അവിടുത്തെ ഇമാമാണ് ഒരു മസ്ജിദിൽ. ഓക്കെ, അപ്പം ഇയാൾ ഈ പ്രായമുള്ള ആൾ പറഞ്ഞ് ഇങ്ങനെ, അതായത് ആ ഷെയ്ഖ്, എൻ്റെ മോള് മരിച്ചിട്ട് ഇപ്പോൾ കുറച്ച് ദിവസമായി,
എൻ്റെ ആ മോൾക്ക് വലിയ പ്രായമൊന്നുമില്ല, അതായത് ഒരു 10-30 വയസ്സാണുള്ളൂ. എൻ്റെ മോൾ മരിച്ചിട്ട് ഇങ്ങനെ കുറച്ച് ദിവസം എനിക്ക് എപ്പോഴും ഇങ്ങനത്തെ ഒരു സ്വപ്നം വരുന്നതെന്ന് പറയും. എന്നിട്ട് ഇയാൾ ഈ സ്വപ്നം പറയൂ, സുബ്ഹാനല്ലാഹ്, അത് കേൾക്കുമ്പോൾ തന്നെ ഞാൻ ഇങ്ങനെ ആലോചിക്കും. എന്നിട്ട് അയാൾ സ്വപ്നം പറഞ്ഞത് എന്താണെന്നറിയോ? അതായത് ഇതേപോലെ എൻ്റെ മോള് ഇങ്ങനെ രക്തത്തിൽ പുരണ്ട ഒരു നദിയിലാണുള്ളത്. എന്നിട്ട് കരക്ക് നിന്നിട്ട് ആരോ ഉള്ള വായിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കല്ലെറിയുന്നതെന്ന്. ഇയാൾ എന്നിട്ട് കേട്ടിട്ട് ഞെട്ടിപ്പോവും. ഇയാൾ നമ്മളോട് പറയുന്ന ഇയാളിത് കേട്ട് ഞെട്ടിപ്പോയി. എന്നിട്ട് ഇയാൾ ചോദിച്ചു പോലോ, അതെ, നിങ്ങളെ മോളിങ്ങനെ ഇൻട്രസ്റ്റിൻ്റെ ഈ ഇടപാട് എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ, അവൾ ഇൻട്രസ്റ്റിൽ എന്തെങ്കിലും എടുത്തിട്ടുണ്ടോ എന്ന് ചോദിക്കുവേ. അന്നേരം ഇയാൾ പറയും, എൻ്റെ മോൾക്ക് അങ്ങനെ ഇതൊന്നും ഇല്ലല്ലോ, അവളൊന്നും എടുത്തിട്ടില്ലല്ലോ. എന്നിട്ട് പിന്നെ അയാൾക്ക് ഓർമ്മ വരും, ആ ശരിയാ, ഞാൻ എൻ്റെ മോളെ പേരിൽ ഞാനൊരു ലോൺ എടുത്തിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്, നോക്ക്, മോളെ പേരിൽ ഞാൻ ലോൺ എടുത്തിട്ടുണ്ട്. ആലോചിച്ച് നോക്കണം. അതായത് ഈ മോള് ലോൺ എടുത്തതല്ല, ഉപ്പ ഓളെ പേരിൽ എടുത്തതാണ്. അന്നേരം തന്നെ ഇയാൾ പറയും, നിങ്ങൾ പെട്ടെന്ന് തന്നെ, നിങ്ങൾ ഇപ്പം തന്നെ ആ ലോണ്, അതായത് ഇത് ഇൻട്രസ്റ്റിൻ്റെ ലോണാണ് ഇതെല്ലാം, ആ ലോണ് നിങ്ങൾ എങ്ങനെയെങ്കിലും ക്ലോസ് ചെയ്യാൻ ശ്രമിക്കുക. ഇത് ശരിക്കും നിങ്ങൾക്ക് നിങ്ങളെ മകള് തന്ന മെസ്സേജാണിത്, ഞാൻ ഇങ്ങനെ അനുഭവിക്കുന്നുണ്ട് ഇവിടെ. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ. അതായത് പഴയ സ്കോളേഴ്സ് പറയുന്നതും എല്ലാം, പിന്നെ ടെക്സ്റ്റിലും, അതായത് സ്കോളേഴ്സ് പറയുന്നതും ഈ ടെക്സ്റ്റിലെല്ലാം പ്രൂവൺ ആണ്. ഈ ചിലപ്പോൾ നമ്മൾക്ക് മരിച്ചവരെ സ്വപ്നങ്ങൾ വരും. ഓക്കെ, അത് ശരിക്കും നമ്മൾക്ക് അവരൊരു മെസ്സേജ് തരുന്നതാണത്. ഓക്കെ, അത് ഇതന്നെ ഈ റൂഹ്, ഈ ഒരു ബർസക്കിൻ്റെ ഇതിൽ നമ്മളിപ്പോൾ ഉറങ്ങുമ്പം നമ്മളെ റൂഹ് എവിടെല്ലോ പോയിട്ടല്ലേ വരുന്നത്. ഓക്കെ, അപ്പം ശരിക്കും പറയുന്നത് എന്താണ്, ഈ റൂഹും തമ്മിൽ കണ്ടുമുട്ടും, കാര്യങ്ങൾ പറയും. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പെണ്ണ് ഓളെ ഉപ്പാനോട് പറയുന്നതായിരിക്കും, ഉപ്പ എന്നെ രക്ഷപ്പെടുത്തണം, കാരണം ഉപ്പയാണല്ലോ ലോൺ എടുത്തത്. സുബ്ഹാനല്ലാഹ്, ആലോചിച്ചൊക്കെ, നമ്മളെല്ലാം ലോണെല്ലാം ബാങ്കിലെ ലോണല്ലേ, പിന്നെ ലോൺ എടുത്തു കഴിഞ്ഞാൽ പിന്നെ തൗബ ചെയ്യാലോ. അതിൻ്റെ ഇടയിൽ മരിച്ചു പോയാൽ എന്താക്കും, ഇതൊന്നും അടക്കാൻ പറ്റാണ്ട്. ഇത് ഈ കുട്ടി, ഈ പെണ്ണ് സ്വന്തം യൂസിനായിട്ട് എടുത്തത് തന്നെ, ഓളെ പേര് വെച്ചിട്ട് കൊടുത്തതാണ്. അതായത് ഉപ്പാക്ക് ലോണ് എടുത്തു കൊടുത്തതാണ് ഓള്. അപ്പം ഒന്ന് ആലോചിച്ച് നോക്കിയാ എന്തൊരു കുറ്റമാണ് ഈ റിബ എന്ന് പറയുന്ന ഈ കാര്യം. സുബ്ഹാനല്ലാഹ്, ശരിക്കും അയാളത് ഇങ്ങനെ പറയുമ്പോൾ ഞാനിങ്ങനെ റിയലൈസ് ചെയ്യുന്ന, സുബ്ഹാനല്ലാഹ്, നമ്മളെല്ലാം വിവരക്കേട് കൊണ്ട് എന്തെല്ലാം ചെയ്തു പോയിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് എല്ലാവർക്കും പുറത്തു തരട്ടെ. നമ്മളെ മനസ്സിൽ എന്താണ്, ലോൺ ഇൻട്രസ്റ്റ് എടുക്കുന്നവർക്കാണ് തെറ്റ്, ഇൻട്രസ്റ്റ് കൊടുക്കുന്നവർക്ക് തെറ്റില്ല എന്നല്ലേ. എടുക്കുന്നവനും കൊടുക്കുന്നവനും അതിന് സാക്ഷ്യം വഹിക്കുന്നവനും എല്ലാവരും കുറ്റക്കാരിൽ പെട്ടതാണ്. കാരണം നമ്മൾ എനേബിൾ അല്ലേ ചെയ്യുന്നത്, നമ്മൾ എടുക്കുന്നതുകൊണ്ടാണല്ലോ അവർ തരുന്നത്, അല്ലേ? നമ്മൾ ഈ ലോൺ എടുക്കുന്നതുകൊണ്ടല്ലേ അവർ ഇൻട്രസ്റ്റ് ലോണിൽ നമുക്ക് തരുന്നത്. അപ്പം നമ്മൾ വി ആർ എനേബിളിങ് ഇറ്റ്. അപ്പം ശരിക്കും എല്ലാവരും മനസ്സിലാക്കണം. എല്ലാവരും പറയും, ലോൺ എടുത്തൂടെ, കല്യാണം കഴിക്കാൻ ലോൺ എടുത്തൂടെ, എന്തിനി ഈ കുറ്റത്തിൽപ്പെടാനാ? അതൊന്നും ആരും മനസ്സിലാക്കുന്നില്ല, അതിൻ്റെ ഗൗരവം. അത് ഭയങ്കരമാണ്. ഇൻട്രസ്റ്റ് എന്ന് പറയുന്ന ഒരു കാര്യം ഭയങ്കരമാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഖുർആനിൽ തന്നെ പലയിടങ്ങളിലും എന്തിനും അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു തരും. അല്ലാഹ് അത്രക്ക് പൊറുക്കുന്നവനാണ്. എല്ലാം പറയുന്നില്ലേ, നിങ്ങൾ തൗബ ചെയ്ത് മടങ്ങിയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു തരും. പക്ഷേ ഈ ഇൻട്രസ്റ്റിൻ്റെ കാര്യത്തിൽ എന്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്? നിങ്ങൾ തൗബ ചെയ്ത് മടങ്ങിക്കോ, കാര്യങ്ങൾ അള്ളാഹിൻ്റെ കൈകളിലാണ്. അത് നമ്മൾ മരിച്ചു കഴിഞ്ഞിട്ടേ അറിയുള്ളൂ അള്ളാഹ് നമുക്ക് പുറത്തു തന്നോ ഇല്ലയോ. അതായത് നമ്മളെ ലൈഫ് സ്റ്റൈൽ എന്താന്ന് നോക്കിയിട്ടായിരിക്കും. സുബ്ഹാനല്ലാഹ്, അവിടെ വരെ നമ്മൾക്കൊരു സമാധാനം കിട്ടുന്നില്ല, അള്ളാഹ് നമുക്ക് പുറത്തു തന്നോ ഇല്ലയോ എന്ന്. ഒന്ന് ആലോചിച്ച് നോക്കണം. അപ്പം അതാണ് ഇങ്ങനെ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉറങ്ങുമ്പം നമ്മൾക്കിപ്പം ഇനി ഇതിലോട്ട് തന്നെ, ഈ സബ്ജക്റ്റിലോട്ട് തന്നെ വരട്ടെ. അതായത് നമ്മൾ അത് പല ടെക്സ്റ്റും പ്രൂവൺ ആണ് കേട്ടോ. അതായത് നമ്മൾ ഉറങ്ങുമ്പം നമ്മളെ റൂഹ് നമ്മളെ ബോഡി വിട്ട് പോകുന്നുണ്ട്. അപ്പം അത് പല സ്ഥലത്തും പോകും. നമ്മളെ ബോഡിക്ക് വരെ പോകാൻ പറ്റാത്ത സ്ഥലത്ത് വരെ ഈ റൂഹ് പോവും. ഓക്കെ, നമ്മളെ മേത്തുനിന്ന് വിട്ടിട്ട്. അന്നേരം മരിച്ചവരെ നമ്മളിപ്പോൾ സ്വപ്നത്തിൽ കാണുന്നുണ്ടെങ്കിൽ അത് അവരെന്തെങ്കിലും മെസ്സേജ് ആയിരിക്കും. ഓക്കെ, ഇപ്പം ഇതേപോലെ തന്നെ എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ട്, അവളെ ഉപ്പ മരിച്ചിട്ട് അവൾ എന്നിട്ട് എനിക്ക് മെസ്സേജ് അയച്ച്, അതായത് ഓളെ ഉപ്പ മരിച്ചിട്ട് ഓളെ ഉപ്പാൻ്റെ ബ്രദർ ഒരു സ്വപ്നം കണ്ടുപോലോ. അതായത് ഓളെ ഉപ്പാനെ സ്വപ്നം കണ്ടെന്ന്, സ്വന്തം ബ്രദർ. എന്താണ് അയാൾ പറഞ്ഞത്? ആ ചോദ്യങ്ങളെല്ലാം, അതിനെല്ലാം എനിക്ക് ഉത്തരം കൊടുക്കാൻ പറ്റിയെന്ന്. സുബ്ഹാനല്ലാഹ്. എന്നിട്ട് ഓളെളിയാപ്പയാണല്ലോ, ഓളെളിയാപ്പ എന്നിട്ട് ഓളോട് വന്നിട്ട് പറയുമ്പോൾ ഓള് പറയുന്നത്, സുബ്ഹാനല്ലാഹ്, എനിക്ക് എന്തൊരു സന്തോഷേനു. കാരണം ഓളെ ഉപ്പ അങ്ങനെയാണ്. ഓളെ ഉപ്പ ശരിക്ക് ഷഹാദത്ത് കലിമ ചൊല്ലിയിട്ടും
പിന്നെ ഈ ഷഹാദത്ത് കലിമന്റെ ഈ ഈ വിരലുണ്ടല്ലോ അത് ചൂണ്ടിയിട്ടാണ് അയാൾ മരിച്ചത്. അപ്പൊ പിന്നെ അയാൾക്ക് നല്ല രീതിയിൽ തന്നെ അതിന്റെ ഉത്തരം പറയാൻ പറ്റുമല്ലോ. സുബ്ഹാനല്ലാഹ്. അപ്പൊ ഇങ്ങനെ ഓരോ മെസ്സേജ് നമ്മൾക്ക് അവിടെ നിന്ന് കിട്ടുന്നുണ്ടെങ്കിൽ അത് നല്ലതാണ്. അതായത് നല്ല മെസ്സേജ് തന്നെ ആയിപ്പോട്ടെ. പക്ഷെ ഇപ്പൊ കാണുന്നില്ല ആ പെണ്ണിന്റെ ഉപ്പാന്റെ ആ ഒരു ഇത് അയാൾക്ക് ആ സ്വപ്നം ഇങ്ങനെ വന്നുകൊണ്ടിരുന്നുകൊണ്ടാണ് ഇയാളടുത്ത് വന്നിട്ട് ഇങ്ങനെ പറഞ്ഞത്. ഓക്കെ, അപ്പൊ ഈ കാര്യങ്ങളെല്ലാം അതായത് ഈ ഈ ഖബറിലെ പണിഷ്മെന്റിന്റെ ആ ഒരു കാരണങ്ങൾ. പിന്നെ വേറെ എന്താണ്, അതായത് കടം. ഓക്കെ, ഈ കടം വാങ്ങി കടം വീട്ടാണ്ട് മരിച്ചു പോകുന്നവരുണ്ടല്ലോ, അവരെ ശരിക്കും അവർക്ക് അതായത് അവർ നല്ലവരായിരിക്കും, നല്ല കാര്യങ്ങൾ ചെയ്തതായിരിക്കും, പക്ഷെ അവർക്ക് കടം വീട്ടാൻ പറ്റാത്തത് കൊണ്ട് അവർക്ക് ആ ജന്നത്തിന്റെ ഇത് ഡീറ്റെയിൻ ആയി പോകുന്നു. അതായത് ഖബറിന്റെ ഉള്ളിൽ ആ വിചാരണ വരുന്നില്ല. മനസ്സിലായ? അതായത് ഇവര് പാരഡൈസ് ആണോ ഹെല്ലാണോ എന്താന്ന് അതിന് ഡീറ്റെയിൻമെന്റ് അതങ്ങനെ കുറേ സ്ഥലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ദിവസം ഫജർ നിസ്കാരത്തിന്റെ ശേഷം ഓക്കെ ഇങ്ങനെ വിളിച്ച് പറഞ്ഞ്, അതായത് ആരാണുള്ളത്, ഈ ഫാമിലിന്റെ ആരെങ്കിലും ഇവിടെ ഉണ്ടോ, ഇന്ന ആൾ ഇവിടെ ഉണ്ടോ എന്ന് ചോദിക്കും. ഓക്കെ, അപ്പൊ ആരും ഒന്നും അനങ്ങൂല. എന്നിട്ട് പിന്നെയും ചോദിക്കൂ. അങ്ങനെ എന്നിട്ട് ബാക്കിൽ നിന്ന് ഒരാള് ഇങ്ങനെ എണീറ്റ് വരും. അന്നേരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞാൻ 2-3 പ്രാവശ്യം ചോദിച്ചില്ലേ, എന്തുകൊണ്ടാണ് നിങ്ങൾ അനങ്ങാണ്ടിരുന്നത്? ഓക്കെ, എന്നിട്ട് പറയൂ, നിങ്ങൾക്കറിയുന്ന ഇന്നേ ആള് ഓക്കെ അയാൾക്ക് ശരിക്കും അയാളെ കടം കാരണം അയാൾക്ക് ആ ഒരു സ്വർഗം കിട്ടുന്നതിൽ നിന്ന് അയാളെ പിടിച്ചു വെച്ചിട്ടാണ് ഉള്ളത്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നെങ്കിലും നിങ്ങൾ ആ കടം വീട്ടാൻ, അല്ലെങ്കിൽ അത് പുറത്തു കൊടുക്കാൻ, ആ കടം ഇല്ലാണ്ടാക്കാൻ. ഓക്കെ, നിങ്ങൾ അങ്ങനെ ചെയ്തതാണെങ്കിൽ, നിങ്ങൾ അങ്ങനെ കടം വീട്ടി കൊടുത്തതാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് പുറത്തു കൊടുക്കും, അല്ലെങ്കിൽ പണിഷ്മെന്റിലാണ് പോവാനെന്ന്. ഓക്കെ, അപ്പൊ ഈ കടങ്ങൾ അതും ഭയങ്കരം ഇതാണ്, ഒരു തെറ്റാണ് ശരിക്കും. ആ കടം വീടണം. കടം വെറുതെ എടുത്ത് കൂട്ടല്ല, കടം വീടല് വലിയൊരു കാര്യമാണ്. ഓക്കെ, പിന്നെന്താണ്, ഈ കാര്യങ്ങളെല്ലാം റീസൺസ് ഫോർ പണിഷ്മെന്റ് ഇൻ ദ ഗ്രേവ്. ഓക്കെ, അപ്പൊ എന്താണ്, അതായത് ഇതിൽ നിന്ന് നമ്മൾക്ക് എന്താണ് മനസ്സിലാക്കാനുള്ളത്? ബി പ്രിപ്പയർഡ്. അതാണ്, ബി പ്രിപ്പയർഡ്. നമ്മൾ എപ്പോഴും പ്രിപ്പയർ ആയിരിക്കണം. ഓക്കെ, അതായത് നമ്മൾക്ക് ഏത് നിമിഷം വേണമെങ്കിലും പോവാം. അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഒരു ഡിലേ വരുത്തിക്കാണ്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്ത് തീർക്കാൻ, നമ്മൾ ചെയ്യേണ്ട ഫർദായിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാൻ, നല്ല സ്വാലിഹായ അമലുകൾ ചെയ്യാൻ. കാരണം അത് വരും നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മൾ ഇസ്തിഗ്ഫാർ എപ്പോഴും ചെയ്തുകൊണ്ടേയിരിക്കുക, തൗബ ചെയ്തുകൊണ്ടേയിരിക്കാൻ. കാരണം എന്താണ് പറയുന്നത്, ഒരു ഹദീസിൽ അതായത് ഇബ്ൻ തൈമിയാണ് ഇത് പറയുന്നത്. ഇബ്ൻ തൈമിയ പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഓക്കെ, അതായത് ഒരു വിശ്വാസിയാണെങ്കിൽ, ഓക്കെ, ഒരു വിശ്വാസി നല്ല നല്ല അമലുകൾ ചെയ്ത ഒരു സത്യവിശ്വാസി, അവരെന്താ പോലോ അവര് ചെയ്ത നിസ്കാരം അതൊരു ഫോമായിട്ട് വരും. അങ്ങനെയും പറയുന്നുണ്ട്. അതായത് ഒരു ഫോം ഒരു രൂപത്തിൽ വന്നിട്ട് അത് തലന്റെ ഭാഗത്ത് നിൽക്കും. ഓക്കെ, തലന്റെ ഭാഗത്ത് നിൽക്കും. നോമ്പുകാരൻ എപ്പോഴും നോമ്പെടുത്തോണ്ടിരുന്നതാണെങ്കിൽ, നല്ല രീതിയിൽ നോമ്പെടുത്തോണ്ടിരുന്നതാണെങ്കിൽ അത് റൈറ്റ് സൈഡിൽ വന്ന് നിൽക്കും. സക്കാത്ത് കൃത്യമായിട്ട് കൊടുത്തതാണെങ്കിൽ അത് ലെഫ്റ്റ് സൈഡിൽ വന്ന് നിൽക്കും. ഓക്കെ, പിന്നെ എന്താണ്, അതായത് നല്ല സത്യസന്ധമായി ജീവിച്ചതാണെങ്കിൽ, എല്ലാവരുമായിട്ടും ആ ഫാമിലി ടൈസും എല്ലാം നല്ല യോജിപ്പിച്ച് ജീവിച്ചതാണെങ്കിൽ, ആൾക്കാരോട് നല്ല രീതിയിൽ പെരുമാറിയതാണെങ്കിൽ അത് വന്നിട്ട് അതൊരു ഫോമായി വന്നിട്ട് അത് കാലിൻ്റെ അവിടുത്തെ നിൽക്കും. ഓക്കെ, എന്നിട്ട് ഏത് ഭാഗത്തു നിന്നാണ് ഓരോ കാര്യങ്ങൾ അപ്രോച്ച് ചെയ്യുന്നത്, അതായത് ഈ ബിലീവർ ഹീസ് സേഫ്. എന്തുകൊണ്ടാണ്? ഈ സ്വാലിഹായ അമലുകൾ ചെയ്തത് കൊണ്ട് ഒന്നിനും വന്നിട്ട് ഈ ഒരു ബിലീവറിനെ ഒന്നും ചെയ്യാൻ പറ്റൂല. കാരണം ഓരോന്ന് പറയും, ഇവനെ ഒന്നും ചെയ്യണ്ട, അല്ലെങ്കിൽ ഇവളൊന്നും ചെയ്യണ്ട,
എന്നെ മറികടന്ന് നിങ്ങൾക്ക് പോകാൻ പറ്റില്ല. അതായത് ഒരു പണിഷ്മെന്റും വരില്ല, ഒന്നും വരില്ല. ഡീഡ്സ് ആർ വാട്ട് സേവ്സ് അസ്. ഓക്കെ, അമലുകളാണ് നമ്മളെ രക്ഷപ്പെടുത്താൻ. നല്ല രീതിയിൽ നല്ല സ്വാലിഹായ അമല് നമ്മൾ ചെയ്യാൻ നോക്കാം, നമ്മൾ ശ്രമിക്കാൻ, കേട്ടാ, ശ്രമിക്കാൻ. അതായത് എന്നിട്ട് ഇതിൽ നിന്ന് ഒരു സൗണ്ട് പറയും, ഇങ്ങനെ എണീറ്റിരിക്കുക എന്ന് പറയും. അപ്പം ഇയാൾ എണീറ്റിരിക്കും. ഓക്കെ, എന്നിട്ട് പിന്നെ ഈ സൂര്യൻ ഇങ്ങനെ ഉദിച്ചു വരുമ്പോഴും, അതായത് ഇതൊന്നും നമുക്ക് കാണാൻ പറ്റൂല, ഇതെല്ലാം അദൃശ്യമായ കാര്യങ്ങളാണ്. ഓക്കെ, ഈ സൂര്യൻ ഇങ്ങനെ ഉദിച്ചു വന്നിട്ട് അതിങ്ങനെ അസ്തമിക്കാൻ പോകുന്നതാണ്. അന്നേരം ചോദിക്കൂ, ആരാണ് ഈ ഒരു മനുഷ്യൻ, അതായത് നിങ്ങൾ ആ കൂട്ടത്തിൽ വന്നത്, നിങ്ങൾക്ക് എന്താണ് അവരെ പറ്റി അറിയുന്നതെന്ന് ചോദിക്കും. ഓക്കെ, അന്നേരം ഇയാൾ പറയും, ഞാനൊന്ന് നിസ്കരിച്ചോട്ടെ, സമയമായില്ലേ നിസ്കരിക്കാൻ. അതായത് ഇത് സത്യവിശ്വാസിയാണ്, നല്ല അമലുകൾ ചെയ്ത ആളാണ്. ഇയാൾ പറയും, ഞാനൊന്ന് നിസ്കരിച്ചോട്ടെ എന്ന്. അന്നേരം ആരാണ് അവരോട് ചോദിക്കും, അതെല്ലാം നീ ചെയ്തോ, പക്ഷെ നമ്മൾ ചോദിച്ച കാര്യത്തിന് ഉത്തരം പറയാന്ന്. അന്നേരം ഈ സത്യവിശ്വാസി ചോദിക്കുമോ, എന്താണ് നിങ്ങൾ എന്നോട് ചോദിച്ചത്? അന്നേരം പിന്നെയും ചോദിക്കും, അതായത് നിങ്ങൾക്ക് ഒരാള് നിങ്ങളുടെ ഇടയിൽ വന്നിട്ടുണ്ടായിരുന്നു, എന്താണ് നിങ്ങൾക്ക് ആ ഒരു വ്യക്തിയെ പറ്റിയിട്ടുള്ള ഇത് ശരിക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി ചോദിക്കുന്നതാണ്. ഓക്കെ, അന്നേരം ഈ സത്യവിശ്വാസി പറയും, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് എൻ്റെ റസൂല്, അള്ളയിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹക്ക് കൊണ്ടാണ് വന്നിട്ടുള്ളത്. ഓക്കെ, ഹക്ക് കൊണ്ടാണ് വന്നിട്ടുള്ളത് പറയും ഈ ഒരാള്. അന്നേരം ഈ മലക്കായിരിക്കും ഈ പറയുന്നത്. ഓക്കെ, അത് ആരാണെന്ന് ഇതിൽ ഇല്ല കറക്റ്റായിട്ട്. അപ്പം ഈ മലക്ക് പറയുന്നത്, ഈ ഒരു വിശ്വാസത്തിലായിരുന്നു നീ ജീവിച്ചത്, ഈ ഒരു വിശ്വാസത്തിലായിരുന്നു നീ മരിച്ചത്, അതുകൊണ്ട് ഇതേ വിശ്വാസത്തിലായിരിക്കും നിന്നെ അന്ന് ഉയർത്തി എണീപ്പിക്കാൻ ഇൻഷാ അള്ളാ എന്ന് പറയും. ഓക്കെ, എന്നിട്ട് പിന്നെ ഇതൊരു വേറെ വേർഷനാണ്. ഓക്കെ, എന്നിട്ട് പിന്നെ ഈ സ്വർഗത്തിൻ്റെ ഒരു വാതിൽ ഇങ്ങനെ തുറന്നു കൊടുക്കും. ഓക്കെ, എന്നിട്ട് പറയൂ, അതാണ് നിന്റെ സ്ഥലം, അള്ളാഹു സുബ്ഹാനഹു വ തആല നിനക്ക് അതാണ് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. എന്നിട്ട് ഈ സത്യവിശ്വാസിക്ക് ഭയങ്കര സന്തോഷമാണ്. ഓക്കെ, ഭയങ്കര സന്തോഷം ഇത് കണ്ടിട്ട്. എന്നിട്ട് വേറൊരു വാതിൽ തുറന്നിട്ട് കൊടുക്കും. അതായത് ഇതെന്തെന്നാണ്, ഇത് നരകത്തിൻ്റെ വാതിൽ. എന്നിട്ട് പറയും, ഇതിൽ നിന്നാണ് അതായത് അള്ളാഹു സുബ്ഹാനഹു വ തആല നിന്നെ രക്ഷപ്പെടുത്തിയത്. നീ അനുസരണക്കേട് കാട്ടിയിട്ടുണ്ടെങ്കിൽ ഇതിലായിരിക്കുമായിരുന്നു നീന്ന്. എന്നിട്ട് ഇയാൾക്ക് ഭയങ്കര സന്തോഷാവും ഇയാൾക്ക്. ഓക്കെ, എന്നിട്ടെന്താണ്, അതായത് ഈ ഒരു ഖബറുണ്ടല്ലോ, അത് നല്ല വിശാലമാക്കി കൊടുക്കും. അതായത് എന്താണ് പറയുന്നത്, 70 ക്യൂബിറ്റ് എന്നാണ് പറയുന്നത്. 70 ക്യൂബിറ്റ് എന്ന് പറയുമ്പോൾ ഒരു വലിയ വീട് തന്നെ പറയാം. ഓക്കെ, അതായത് ഈ ഖബർ ഭയങ്കര വിശാലവും നല്ല വെളിച്ചവും പ്രകാശവും എല്ലാം ആക്കി കൊടുക്കും. ഓക്കെ, എല്ലാം ആക്കി കൊടുക്കും. എന്നിട്ടാണ് പറയുന്നത്, നീ ഇതിൽ നല്ല രീതിയിൽ ഉറങ്ങിക്കോന്ന്. അതായത് ഈ നല്ല ഒരു സത്യവിശ്വാസിക്ക് നല്ലൊരു ഉറക്കമാണ് കൊടുക്കാൻ പോകുന്നത്. ഓക്കെ, നല്ലൊരു ഉറക്കം. ഓക്കെ, പിന്നെ പിന്നെന്തെന്നാണ്, അതായത് നമ്മൾ അതുകൊണ്ട് എന്താണ് ചെയ്യേണ്ടത്, നമ്മൾ എപ്പോഴും നമ്മൾ ഈ ഖബറിലെ അദാബിൽ നിന്നും അതിൻ്റെ ഫിത്നയിൽ നിന്നും എല്ലാം വി ഷുഡ് സീക്ക് റെഫ്യൂജ്. അതായത് എപ്പോഴും നമ്മൾ ദുആ ചെയ്യാൻ, അതിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട്. ഓക്കെ, അതിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി, പിന്നെ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതുപോലെ സൂറ മുൽക്ക് ഓതാൻ, അത് ഖബറിൽ നിന്ന് ഒരു രക്ഷയാണ്. അത് ശരിക്ക് കടന്ന് വാദിക്കും എന്നാണ്, അതായത് നമ്മളെ വെറുതെ വിട്ടേക്കുന്നു. ഓക്കെ, പിന്നെ ആരാണ് ഇതിൽ നിന്ന് രക്ഷപ്പെട്ടവർ? ഓക്കെ, ഈ ഒരു ഖബറിലെ ശിക്ഷയിൽ നിന്നും എല്ലാം ഓക്കെ പ്രൊട്ടക്ഷൻ കിട്ടിയവരാരാണ്, അതും കൂടി പറഞ്ഞിട്ട് നമ്മൾക്ക് തീർക്കാം. ഓക്കെ, അതായത് ഇവർക്ക് ചോദ്യവും ഉത്തരവും, അതായത് ഫിത്നയും ഇതും ഒന്നും ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, ഇവരാണ് ഒന്ന് ഷഹീദായവർ. ഓക്കെ, ഷഹീദായവർ, അതായത്
അള്ളാഹു സുബ്ഹാനഹു തആലക്ക് വേണ്ടിയിട്ട് ഷഹീദായവർ അവരെന്തെന്നാണ്, അതായത് ആ ഫസ്റ്റ് രക്തം വീമം തന്നെ എല്ലാ തെറ്റുകുറ്റങ്ങളും പുറത്തു കൊടുത്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, ഫസ്റ്റ്. എന്നിട്ട് അന്നേരം തന്നെ കാണിച്ചു കൊടുക്കുമ്പോലോ പാരഡൈസിലുള്ള ആ സ്ഥലം. ഓക്കെ, എന്നിട്ട് പിന്നെ അദാബിൽ നിന്നും എല്ലാം, അതായത് ഭയങ്കര ഈ പേടിയും വേജാറിൽ നിന്നും എല്ലാം അവർ ദേ ആർ പ്രൊട്ടക്റ്റഡ്, ഷഹീദായവർ. ഓക്കെ, രണ്ടാമത്തേത് ആരാണ്? വെള്ളിയാഴ്ച മരിച്ചവർ. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്. ഇത് മുസ്നാദ് അഹമ്മദിലും തിർമിദിയിലും ഉണ്ട് ഈ ഹദീസ്. ഓക്കെ, അതായത് ഏത് മുസ്ലിമാണ് വെള്ളിയാഴ്ച മരിക്കുന്നത്, അള്ളാഹു സുബ്ഹാനഹു തആല അവരെ ഈ ഖബറിലെ ശിക്ഷയിൽ നിന്നും ഫിത്നയിൽ നിന്നും എല്ലാം അവരെ രക്ഷപ്പെടുത്തുമെന്ന്. ഓക്കെ, വെള്ളിയാഴ്ച മരിക്കുന്നവർ. പിന്നെ അടുത്തത് ആരാണ്? അതായത് അവർക്ക് വയറ്റിന് സൂക്കേട് വന്നിട്ട് മരിക്കുന്നവർ. വയറ്റിന് സൂക്കേട് വന്ന് മരിക്കുന്നവർ അവര് ശരിക്കും അവർക്കും ഖബറിലെ ശിക്ഷയില്ല എന്നാണ് പറയുന്നത്. അതും എന്താ പറയാ, തിർമിദിയിലും ഇബിൻ ഹിബ്ബാനിലും എല്ലാം സഹി ആയിട്ടാണ് ആ ഹദീസ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഈ 3 ആൾക്കാരാണ്. അപ്പൊ ഷഹീദ് കാറ്റഗറിയിൽ പിന്നെയും കുറെ ഫെർദർ കാറ്റഗറി ഉണ്ട്. ഓക്കെ, ഷഹീദായിട്ടുള്ള കാറ്റഗറിയിൽ ഇൻഷാ അല്ലാഹ് അത് നമ്മൾക്ക് നെക്സ്റ്റ് വീക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും ഈ ഖബറിലെ ശിക്ഷയിൽ നിന്നും നരകത്തിൽ നിന്നും ഖബറിലെ ഫിത്നയിൽ നിന്നും എല്ലാം കാത്ത് രക്ഷപ്പെടുത്തട്ടെ. ആമീൻ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക നശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത നസ്തഗ്ഫിറുക വനതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.